ഇതൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് ഈ മഞ്ഞത്ത് വന്ന് മാഗി അടിക്കുന്നത്. എടുത്തോ ഹലോ ഗൈസ്, ഇത് നമ്മുടെ കാശ്മീരത്തെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ നമ്മൾ ശ്രീനഗർ ടൗൺ ഏരിയ കുറച്ചൊക്കെ കണ്ടു. ഇന്ന് നമ്മൾ പോകാൻ പോകണമെന്ന് പറയുമ്പോഴത്തേക്ക് ഗുൽമർഗിലോട്ടാണ്. പക്ഷേ നമ്മളെ ഇന്നലത്തെ പ്ലാൻ എന്ന് പറയുന്നത് സോനാമാർഗ് പോകാനായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ക്ലൈമറ്റ് ഇന്ന് റെയിനിയാണ്. പിന്നെ അതുപോലെ തന്നെ സ്നോഫാൾ കൂടിയത് കാരണം സോനാമാർഗ് പോകുന്നത് കുറച്ച് ടാസ്ക്കാന്ന് തോന്നുന്നു. ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോകാൻ പോകുന്നത് ഗുൽമർഗിലോട്ടാണ്. എൻ്റെ ടാക്സിയൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഞങ്ങൾ ടാക്സി എടുത്ത് റൂമിൽ നിന്ന് ഒരു 10-30 കിലോമീറ്റർ ആവാറായെന്ന് തോന്നുന്നുണ്ട്. നമ്മളിങ്ങോട്ട് ഇറങ്ങി. അപ്പം ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളും കാണാൻ പോകുന്നത് ഗുൽമർഗിലെ കുറച്ച് കാഴ്ചകളും പിന്നെ അതുപോലെ തന്നെ വൈകിട്ട് വന്നിട്ട് നമ്മൾ ചിലപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രീനഗറിലെ കുറച്ചും കൂടെ കാഴ്ചകളും കൂടെയാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് കാറിനുള്ളിലോട്ട് കയറാം. അപ്പോൾ ഇതാണ് നമുക്ക് തന്നേക്കുന്ന കാറ്. അയ്യോ, ഈ പുള്ളിക്കാരനാണ് ഇതിൻ്റെ ഡ്രൈവർ എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ്റെ പേര് വസീം എന്നാണ്. പിന്നെ ദാണ്ട ഇത് നമ്മളെ കൂടെ അവിടെ നിന്ന് വന്ന പുള്ളിക്കാരുടെ ഇങ്ങോട്ട് നോക്കാവോ. അവൻ ബിസിയാണ്. ആ ഫോണൊക്കെ ആയിട്ട് എന്താ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം ഓക്കെ, ഇത് നമ്മളെ ഡ്രൈവർ പയ്യൻ. ഇത് എൻ്റെ പേഴ്സണൽ PA. ഏതാ ബാക്കിൽ ഇങ്ങനെ ഒറ്റ സീറ്റിൽ ഇവിടെ ഇങ്ങനെ ഇവരൊക്കെ എൻ്റെ ഡ്രൈവർമാരാണ്. അപ്പോൾ നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഗുൽമർഗിലോട്ടാണ്. നമ്മുടെ ഇന്നലത്തെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ബൈക്ക് എടുത്തിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിൽ ഇരിക്കുകയായിരുന്നു. നമ്മൾ സ്കൂട്ടി റെൻറ്റിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കൂട്ടിക്ക് 800-700 ആയിരുന്നു റെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ സ്കൂട്ടി എടുത്ത് പോകാനെന്നുള്ള പ്ലാനിലാണ് മൊത്തത്തിൽ നമ്മൾ കാശ്മീർ വന്നത്. പക്ഷേ ഇവിടുത്തെ വന്നിറങ്ങിയപ്പോൾ തൊട്ട് ഇവിടുത്തെ ക്ലൈമറ്റ് മൊത്തം മോശമായി. നമ്മൾ പോകുന്ന ദിവസം വരെ ഇവിടെ മഴയാണ്. പോകുന്നതിൻ്റെ അന്ന് തൊട്ട് മഴ നിൽക്കും. അപ്പോൾ ഈ 3 ദിവസം വെതർ ഫോർകാസ്റ്റിൽ പറയുന്നുണ്ട് മഴ ഉണ്ടെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഇവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട് ഈ കാശ്മീർ മൊത്തത്തിലുള്ള. അപ്പോൾ അതിനകത്ത് അപ്പോൾ ഇവർ ഇടും ക്ലൈമറ്റ് എങ്ങനെയാണ്, ഇവിടെ ഇന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇന്നലെ നോക്കിയപ്പോൾ കാണിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് അലർട്ടായിട്ടാണ് കാണിച്ചത്. അപ്പം മഴയുടെ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ബൈക്ക് റെൻറ്റിന് എടുക്കാതെ കാർ റെൻറ്റിന് എടുത്തത്. കാർ റെൻറ്റിന് വരുന്നത് ഇവർ 2500-2800 പറഞ്ഞത്. 2000 രൂപ. പക്ഷെ നമുക്ക് തന്നത് നമ്മൾ 2 പേരെ ഉള്ളതെന്നുള്ളതുകൊണ്ട് 2000 രൂപയ്ക്ക് തന്നത്. പക്ഷേ ആൾ കൂടുതലുണ്ടെങ്കിൽ അത്ര നല്ലതാണ്. കാരണം ഒരു ടാക്സിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ബഡ്ജറ്റ് അത്രയും ഒരാൾക്ക് കുറഞ്ഞു നിൽക്കും. അപ്പോൾ നമ്മൾ ഇന്ന് മഴയും കൂടെ ആയതുകൊണ്ടാണ് ഈ ഒരു ടാക്സി എടുത്തിട്ട് പോകുന്നത്. ഇവിടുന്ന് നമ്മൾ ശ്രീനഗറിൽ നിന്ന് 60 കിലോമീറ്ററാണ് ഗുൽമർഗ് പോകാൻ വേണ്ടിയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒരു 2-2.5 മണിക്കൂർ. 2.5 മണിക്കൂറൊന്നും എടുക്കത്തില്ല, 2 മണിക്കൂർ എടുക്കത്തുള്ളൂ. പിന്നെ ട്രാഫിക് ഡിപ്പെൻസ് ചെയ്യും. സ്നോഫാളൊക്കെ ചെറിയ രീതിക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. അല്ലേ, നമ്മൾ പോകുന്ന റൂട്ടൊക്കെ കണ്ടോ, സൈഡിലൊക്കെ മരങ്ങൾക്കൊന്നും ഇലയും സംഭവങ്ങളൊന്നും ഇല്ല. ഇവിടെയൊക്കെ ചെറിയ സ്നോഫാൾ കിടപ്പുണ്ടെന്ന് തോന്നുന്നുണ്ട്. ചെറിയ സ്നോഫാളുണ്ട്. ശ്രീനഗറും ഇന്നലെ സ്നോഫാളിന് ചെറിയ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ സ്നോഫാളൊന്നും ഇല്ല. ഇന്ന് രാത്രി ചെറിയ ചാറ്റിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പം ചാറ്റിൽ മഴ സംഭവങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗുൽമർഗ് കാണാൻ വേണ്ടിയിട്ടാണ്. അല്ലേ ആണാ? ഒന്നുകൂടെ ഉറക്കം പറ. ഗായ്സ്, നമ്മൾ ഗുൽമർഗ് പോകാൻ വേണ്ടി ഈ കാർ ഇവിടം വരെ വരത്തുള്ളൂ. ഇതെന്ത് വരുന്നോ, തുമ്മർഗ് എന്തോ ഒരു മാർഗ് ഇവിടം വരെ നമ്മളെ ഈ വണ്ടികളൊക്കെ വരത്തുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ അടുത്ത വണ്ടി എടുത്ത് പോകണം. ഇതാണ് ഇവിടുത്തെ ടാക്സിക്കാരുടെ പ്രശ്നം. ഇങ്ങനെയാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. അതുകൊണ്ടാണ് ഭയങ്കര, സത്യം പറഞ്ഞാലോ ഇവിടെ വരുന്നതിനേക്കാൾ നല്ല എനിക്ക് തോന്നുന്നു വേറെ സ്ഥലങ്ങളിലോ അല്ല മണാലിയിലോ സിക്കിമിലോ ഒക്കെ പോകണമെങ്കിൽ ഇത് നല്ലതെന്ന് തോന്നുന്നു. ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഇപ്പോൾ ഇവിടുന്ന് ഷെയറിംഗ് ടാക്സി അങ്ങോട്ട് കിട്ടത്തുമില്ല. നമ്മൾ ഒറ്റ ടാക്സി എടുത്തോണം. അപ്പം 2500 രൂപയാണ് ഇനി ഗുൽമർഗ് എത്തണമെങ്കിൽ. ഇവിടുന്ന് 10-16 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് ബസ് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്കൽ ബസ്സിൽ അങ്ങനെ കയറി പോവാം. എന്നിട്ട് അതിനൊരു ടൈമിംഗ് ഉണ്ട്. ആ ടൈമിൽ തിരിച്ച് വരണമെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ പേഴ്സണൽ വെഹിക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നേരം നിൽക്കാമെന്നുള്ളതേ ഉള്ളൂ. നമ്മളിവിടെ ബസ് തപ്പിക്കൊണ്ടിരിക്കുക. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര കോസ്റ്റ് ആവും അത്. അപ്പോൾ നമ്മൾ ദാണ്ട് ജാക്കറ്റൊക്കെ, വേറെ ജാക്കറ്റ് നമ്മളിവിടെ നിന്ന് എടുത്ത് ദാണ്ട് ബൂട്ട്സൊക്കെ എടുത്ത്, ഇതെല്ലാം 200 രൂപ വെച്ചാണ് ഇതിൻ്റെ ഒരു വാടക എന്ന് പറയുന്നത്. ബൂട്ട്സും ഉണ്ട് ജാക്കറ്റും ഉണ്ട്. ഒരാൾക്കപ്പോൾ 400 രൂപ ആ വഴി പോയി.
സ്നോഫാൾ ഉണ്ട്, ചെറിയ സ്നോഫാൾ ഇവിടെ ഉണ്ട്. മേലോട്ട് ഇടുമ്പോൾ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ജാക്കറ്റും കൂടെ എടുത്തത്. ഇവിടെ പുള്ളിക്കാരൻ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ബാഗ് സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചേക്കാം, ഫോണും പേഴ്സും മാത്രം എടുക്കാം. നേരെ ബസ് കിട്ടുന്നിടത്തോട്ട് പോയിട്ട് ബസ് കയറി നമുക്ക് ഗുൽമർഗ് കാണാം. എങ്ങനെയുണ്ടോ ഇവിടുത്തെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം? നന്നായിട്ടില്ലേ? സത്യം വേണ്ട, നമ്മൾ ടാക്സി പ്രതീക്ഷിച്ച് ഇത്ര ചാർജ് ആകും, പക്ഷേ അത് ഇവിടം വരെ ഉള്ളൂ എന്നുള്ളത് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം അറിയുന്നത്. ഇവിടം വരെ വന്നിട്ട് ഇനി അടുത്തത് ഇവിടുന്ന് എടുത്തിട്ട് പോകണമെന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. അത് ചെറിയൊരു പണിയായിപ്പോയി. എന്നാലും നോക്കാം, ബാക്കി നമുക്ക് നോക്കാം. നമുക്ക് ബസ് കിട്ടി. ഇവിടുന്ന് ബസ്സിലെ ആൾക്കാരുണ്ടോ? ഇത്രയും ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. കാരണം ഇവിടം വരെ വന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും അടുത്ത ടാക്സി എടുത്ത് മേലെ പോകണമെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഭയങ്കര ചിലവാണ്. അപ്പം എല്ലാവരും മിക്കത് ഞാൻ കണ്ടതിൽ ഈ ബസ്സിൽ തന്നെ ഒരു 19 പേരുണ്ട്. എല്ലാവരും കൂടി ഇടിച്ചും കയറി 100 രൂപയുള്ളൂ. ആൾക്കാരെല്ലാം ഉണ്ട്. എങ്ങനെയുണ്ടോ അതൊക്കെ ഇവിടുത്തെ എക്സ്പീരിയൻസ്? സത്യം പറഞ്ഞാൽ ഷോ ഭയങ്കര ഷോ ഹെവി. ഇവരെല്ലാം കുറേ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബസ് കയറി ഇവിടുന്ന് പോണത് 100 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോഴുള്ള പ്രശ്നം നമ്മൾ അവിടെ ടൈമിങ് നോക്കണം. ഈ ബസ് തിരിച്ചു വരുന്ന ടൈമിങ് നോക്കിയിട്ട് കയറണം എന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ആദ്യം അവിടെ എത്തട്ടെ. എങ്ങനെയുണ്ടോ? മഞ്ഞിടലൊക്കെ ഉണ്ട്. സൂപ്പർ അല്ലേ? ഗുൽമർഗ് എത്തി. നല്ല കിഡിലെ സ്നോഫോളൊക്കെ ഉണ്ട്. നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. ഇറക്കടാ പോരെ, ഇറക്കടാ. നോക്കടാ. അടിപൊളി തണുപ്പ്, കൊള്ളാം. സൂപ്പർ. നമ്മൾ വന്ന വഴിക്കൊക്കെ നല്ല സ്നോഫാൾ ഉണ്ടായിരുന്നു. ഇപ്പം ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. നല്ല ഇടിയൊക്കെ കിട്ടുന്നുണ്ടോ? ഭയങ്കര ഇടി കിട്ടുന്നു. അടിപൊളി. അങ്ങനെ ആഗ്രഹം നിറവേറി ഒരാളെ കാണിച്ചു തരാം. നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോഴത്തേക്കുണ്ടല്ലോ, ഇവരാണ് എനിക്ക് മെസ്സേജ് അയച്ചത് നമുക്ക് കാശ്മീർ പോകാമെന്ന് പറഞ്ഞ്. ഒറ്റ മൈൻഡാണോ വെച്ച് നമുക്ക് പിന്നെ മൈൻഡിൽ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോഴേ ടിക്കറ്റ് എടുത്ത് നേരെ കയറി. മഞ്ഞ് കാണണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞില്ലേ? മഞ്ഞ് ഭയങ്കരമുണ്ട്. വിഷയം അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ മഞ്ഞുണ്ട്. ആൾക്കാരെല്ലാം മഞ്ഞൊക്കെ എടുത്ത് എറിഞ്ഞ് കളിച്ചോണ്ടിരിക്കുക. ചുറ്റേ കണ്ടില്ലേ? അടിപൊളി ഗൈസ്, അടിപൊളി. സൂപ്പർ. ഫ്രിഡ്ജിലല്ലാതെ ആദ്യമായിട്ട് മഞ്ഞ് കണ്ടതിൻ്റെ ആഹ്ലാദ പ്രകടനം. എടുത്തോ. വായ്പോടാ. നല്ല ഫ്രഷ് ഐസ്. വെള്ളട്ടുണ്ടോ? ഇവിടെ മഞ്ഞുണ്ട്, ഭയങ്കര മഞ്ഞാണ്. നല്ല സ്നോഫാളും ഉണ്ട്, നല്ല ഇടി മിന്നലും ഉണ്ട്. നല്ല മിന്നലൊക്കെ ഇവിടെ വെട്ടി അടിക്കുന്നുണ്ട്. അതിൻ്റെ മേളിലൊരു മന്ദിറാണ്. എല്ലാവരും അങ്ങോട്ട് പോകണുണ്ടോ? ഇവിടെ നമുക്ക് ഫുള്ള് ചുറ്റി കിടന്ന് കാണാം. കണ്ട ഇതുണ്ട്. ഇവിടെ കുറേ ഇതുപോലത്തെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഇതുപോലെ ഇങ്ങനെ നിരക്കിക്കൊണ്ടൊക്കെ പോകും. പിന്നെ അല്ലാതെ വേറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴും സീസൺ. അടുത്ത മാസം അതിൻ്റെ അടുത്ത മാസം വരെയൊക്കെ ഇവിടെ ഇങ്ങനെയൊക്കെ കാണുമെന്ന് തോന്നുന്നു. ഒരു ഏപ്രിൽ വരെയൊക്കെ ഇതുപോലെ തന്നെ കാണും. ഇപ്പോഴൊക്കെ വന്നാലും അടിപൊളിയാണ്. സീസൺ ഒന്നും എൻഡ് ആയിട്ടില്ല. കണ്ടോ? ഇവിടെ നമുക്ക് സ്റ്റിക്കൊക്കെ എടുത്തിട്ട് പോകാം. സ്കീങ്ങിനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകാം. തണുപ്പ് കുറവാ. അടിപൊളിയാ. നമ്മൾ ഈ മഞ്ഞ് മലേൻ്റെ മേളിലോട്ട് കയറുകയാണ്. ഇത് കണ്ടോ? ഫുള്ള് മഞ്ഞ. നല്ല സ്നോഫോൾ ഉണ്ടോ? അടിപൊളി സ്നോഫോള്. നമ്മൾ ഈ ഒരു മഞ്ഞ് മലയുടെ മേളിൽ കയറുക. ഈ ബൂട്ടൊക്കെ ഉണ്ടോ? ഈ ബൂട്ടിനകത്ത് ഫുള്ള് വെള്ളം കയറി. ഈ ഗ്യാപ്പ് വഴിയേ വീണു പോയി. ഈ ഗ്യാപ്പ് വഴി ഫുള്ള് ഈ ഐസ് കയറിയിട്ടുണ്ടല്ലോ, അകത്ത് ഫുള്ള് നിറഞ്ഞു കിടക്കുക വെള്ളം. അത് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടാണ് സത്യം പറയാമല്ലോ. ഇതിനകത്ത് നിന്ന് വെള്ളം പോകാനുള്ള സ്ഥലവും ഇല്ല. എന്നാൽ വെള്ളം കെട്ടി കിടക്കുന്ന കാരണേ ഒരു ഭയങ്കര തണുപ്പ്, കാലിന് ഭയങ്കര തണുപ്പ്. അല്ലാതെ ടെമ്പറേച്ചർ കുറവാണ്. ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേക്ക്, വെതർ നോക്കിയപ്പോഴത്തേക്ക് 2-3 ഡിഗ്രിയൊക്കെ ഉള്ളൂ. തണുപ്പ് പ്രശ്നമില്ല. ഇപ്പോൾ തൊപ്പിയില്ലെങ്കിൽ അതാണ് മാസ്ക് ഇട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതൊന്നും വരുന്നില്ല, പുകയൊന്നും വരുന്നില്ല. ടെമ്പറേച്ചർ കുഴപ്പമില്ല. ഇപ്പോൾ ഗ്ലൗസ് ഒന്നും ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷേ കാല് തണുക്കുന്നുണ്ട്. കാരണം ഇത് കണ്ടോ? ഇതിൻ്റെ കട്ടി കാണിച്ചു തരാം. കണ്ടോ? ഇത്രയും ഉണ്ട് സ്നോയുടെ ആഴ്ച. കണ്ടോ എത്ര താന്നു പോയി നോക്കി. കണ്ടോ? ഈ ഒരു ബൂട്ടിൻ്റെ സൈസിൽ മഞ്ഞ് നിറഞ്ഞു കിടക്കുക. ഇത്രയും മഞ്ഞ് കിടക്കുന്ന കാരണം കാല് നമ്മളിങ്ങനെ നടന്നു പോകുന്ന കാരണം കാലെപ്പോഴും മഞ്ഞിരിക്കില്ല. അതുകൊണ്ട് കാല് തണുപ്പുണ്ട്. ബാക്കി അല്ലാതെ തണുപ്പൊന്നുമില്ല. ഗ്ലൗസിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല അടിപൊളി. നോക്കി മൊത്തത്തിൽ എവിടെ നോക്കിയാലും മഞ്ഞ് മാത്രം, ചുറ്റാകെ മഞ്ഞ് മാത്രം. ലൈഫ് ടൈം എക്സ്പീരിയൻസ്. അടിപൊളി തന്നെ, കൊള്ളാം, രസമുണ്ട്. സ്നോഫോൾ കേട്ടോ.
നമുക്ക് കുറച്ച് ഇരുന്ന് സംസാരിക്കാം. ഇപ്പോഴാണ് ബെറ്റർ സമയം, കറക്റ്റ് സമയം. ഈ ട്രിപ്പിന് വരുന്ന നേരത്ത് ഞാൻ ഈ ഇരിക്കുന്ന ഒരു ആഗ്രഹമായിരുന്നു, ഏറ്റവും മഞ്ഞ് കൈ ഉണ്ടെന്ന് എടുക്കണം. ഇച്ചിരി കിട്ടിയത് നമ്മൾ ഇതിലൊക്കെ നോക്കിയപ്പോഴത്തേക്ക് സീസണൊക്കെ കഴിഞ്ഞ് കുറച്ചെടുത്തൊക്കെ ഉള്ളതെന്നൊക്കെ ഉള്ള കണ്ടിട്ടാണ് വന്നത്. ഇച്ചിരി എനിക്ക് കയ്യിലെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു. എങ്ങനെയുണ്ടാ? എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് നോക്ക്. തിരി ലെഫ്റ്റ് എങ്ങനെയുണ്ട് ഹബീബി? കാശ്മീർ ഒരു കൈ മഞ്ഞ് വെച്ചപ്പോൾ ഒരു മല മഞ്ഞ് കൊടുത്തിട്ടുണ്ട്. വാരി ചിന്നെ എന്ത് വേണമെന്ന് വെച്ചാൽ ആയിക്കോ. അടിപൊളിയല്ലേ? എങ്ങനെ തോന്നുന്നു? രക്ഷയില്ല. ഇനി വല്ല ആഗ്രഹം കേട്ടോ? മതിടാ, തീർന്നടാ, ഇത്രയും മതി. ഓക്കെ, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, സൂപ്പറായിരുന്നു. നടക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്, എത്ര വേണം നടന്ന് അങ്ങ് വരെ പോകണം. അവിടെയൊക്കെ ഫുൾ ആൾക്കാരാണ്. ഞങ്ങൾ ഇത്രയും നടന്നു വന്നതേ ഉള്ളൂ. ഇച്ചിരി ഏറെ ഇവിടെ ഒന്ന് ഇരുന്നതാണ്. കാല് നല്ല മരവിച്ച്, കൈ എത്ര വലിയ സീനില്ലെങ്കിലും കാല് കഴിച്ചു. അവന് കൈ കൊച്ചി പിടിച്ച്, കാല് നല്ല സീനില്ല. കാല് ഇതിനകത്തോട്ട് വെള്ളം ഇറങ്ങിയിട്ടേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ കൊള്ളാം, അടിപൊളിയാ. ഗുൽമർഗിലെ തണുപ്പിൽ ഇതാണ് മഞ്ഞത്ത് വന്ന് സ്നോഫാൾ വന്ന് നമ്മൾ മാഗി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൂടൊക്കെ അങ്ങ് ആറി, കാറ്റൊക്കെ ചൂടൊക്കെ അങ്ങ് അറിയാം. കണ്ടോ, ഇവിടെ മാഗി കിട്ടും, പിന്നെ അതുപോലെ തന്നെ ചായ കിട്ടും, എല്ലാവരും കുടിക്കുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാടുണ്ട്. ഈ തണുപ്പത്ത് വന്ന് ഈ സ്നോഫാളിൽ ഒരു മാഗി കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്, ഈ മഞ്ഞത്ത് വന്ന് മാഗി കഴിക്കുന്നത്. വേറെ എങ്ങും കിട്ടാത്ത ടേസ്റ്റാണ് തണുപ്പത്ത് മഞ്ഞത്ത് വന്ന് കഴിക്കുമ്പോഴേക്കും. നമുക്കിനി മാഗിയൊക്കെ കഴിച്ച് ഇവിടെ ഒരു 5 മിനിറ്റ് കൂടെ നിന്നതിന് ശേഷം നമുക്ക് തിരിച്ചു പോകണം. ബസ്സിൽ വന്നത് കാരണം നമുക്ക് ഒരുപാട് നേരം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അതിനെ കുറച്ച് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതനുസരിച്ച് നമ്മൾ ബസ് കയറി തിരിച്ച് ചെന്നാലേ നമുക്ക് ടാക്സി താഴെ അവിടെ കിടപ്പുണ്ട്, നമുക്ക് എത്ര മണി വരെ ആണോ ഉണ്ട്. പക്ഷേ ഇവിടുന്ന് പോകണം ബസ് കുറച്ച് പ്രശ്നമാണ്. ബസ് നോക്കണം, തിരക്കാണ്. ഇതെല്ലാം കണ്ട മഞ്ഞത്ത് പട്ടിയുണ്ടോ? പട്ടികളൊക്കെ ഒന്ന് നടക്കണ്ട മഞ്ഞത്ത്. ഈ മഞ്ഞൊക്കെയാണ് വാരി തിന്നുന്നത്, ഈ മഞ്ഞാണ് വാരി തിന്നുന്നത്. ഇവനും തിന്നു. ഞാൻ തൊട്ടിട്ടില്ല. ഇവൻ കഴിക്കായിരുന്നു. ഇവിടുന്ന് വാരി എടുക്കുന്നു, തിന്നുന്നു, ജ്യൂസിനകത്ത് നിറയ്ക്കുന്നു. വേറെ ആള് ജ്യൂസൊക്കെ വന്ന് പിടിക്കുന്നു, വാരി തിന്നുന്നു, കുപ്പി നിറയ്ക്കുന്നു. എന്തൊക്കെ കാട്ടതാ, പട്ടി എടുത്തതൊക്കെ ഓക്കെ. അപ്പോൾ നമുക്കിത് കഴിച്ചിട്ട് നേരെ തിരിച്ച് നടക്കാം, ബസ് പിടിക്കാം. ഓക്കെ, നമ്മൾ തിരിച്ച് കയറിയപ്പോൾ കണ്ടോ, തിരിച്ച് റോഡിലോട്ട് കയറിയപ്പോഴത്തേക്ക് കണ്ടോ, ഇവിടെ ഫുള്ള് കോട ഉണ്ട്, മൂടി കണ്ടോ. സ്നോഫാൾ കുറഞ്ഞു, പക്ഷേ ഫുള്ള് കോട മൂടി കണ്ടോ, ഒന്നും കാണാൻ പറ്റുന്നില്ല. നമ്മൾ നേരത്തെ നിന്നതൊക്കെ ആ ഭാഗത്ത് എവിടെയോ ആണ്, ഒന്നും ഇവിടെ ഒന്നും കാണത്തില്ല. കണ്ടോ, ഫുള്ള് കോട മൂടി കഴിഞ്ഞു. ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് തിരിച്ച് ബസ്സുണ്ട്. പക്ഷേ ബസ് എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്ത പേര് പറഞ്ഞു തരത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇവിടുന്ന് തിരിച്ച് ടാക്സി കിട്ടാൻ വേണ്ടിയിട്ട് അവർ പറയും ബസ് ഇവിടുന്ന് കിട്ടത്തില്ല, ബസ് ഇല്ല, അങ്ങനെ ഇല്ലെന്ന് പറയും. ചിലർ പറയും അവിടെ ഉണ്ടെന്ന്. അപ്പോൾ എന്തിനാണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ തന്നെ നമ്മളിവിടെ നിൽക്കുന്നത്. ബസ് കിട്ടും എന്തായാലും, ബസ് ഉണ്ടെന്നാണ് നമ്മൾ താഴ്ന്നൊക്കെ പറഞ്ഞത്. ബസ് ഉണ്ടെന്നാണ്, നോക്കാം എന്തായാലും എന്തോ അവസ്ഥ എന്നുള്ളത്. മഞ്ഞ് കിടക്കേണ്ടി വരും. എന്ത് പറഞ്ഞാൽ മഞ്ഞ് കിടക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും മഞ്ഞ് കിടക്കേണ്ടി വരും. എങ്കിൽ അതും എക്സ്പീരിയൻസ് ആണ്. കണ്ടു ഇവിടെ ഇപ്പോൾ കടകളൊക്കെ ഉണ്ടോ, ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാണ്, ഭംഗിയാണ്, ഭയങ്കര ഭംഗിയാണ് കാണാം. ഇതിനിടയ്ക്ക് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് കുറേ കടകളും വണ്ടികളൊക്കെ കണ്ടില്ല ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പോഴും ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. കണ്ടില്ലേ, അടിപൊളിയല്ലേ? ആരും പറഞ്ഞു തരത്തില്ല ബസ്സിൻ്റെ കാര്യം, അതാണ് പ്രശ്നം. നമുക്ക് തന്നെ സ്വന്തമായിട്ട് ബസ് കണ്ടെത്തി പോവാം, അതേ നടക്കത്തുള്ളൂ. എവിടെയാണ് നിൽക്കാൻ പറഞ്ഞത്? ഇതുകൊണ്ട് ആ കിടക്കുന്ന ബസ്സാണോ? അവിടെ പോയി നിന്ന് നോക്കാം. എന്തായാലും കൊള്ളാം, അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ വീണ്ടും വായിന്നൊക്കെ പുകയൊക്കെ പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടാവും, ഇപ്പോൾ മൊത്തം ചെളിയായിട്ട് കിടക്കുക. ഐസൊക്കെ താഴ്ന്നാണെന്നൊരു ഭംഗിയൊക്കെ ഉള്ളൂ. ഇവിടെയൊക്കെ മൊത്തം ചെളിയാണ്, നിരങ്ങി വീട് വരും ആൾക്കാർ. നമുക്ക് ബസ്സിൽ കയറി താഴ്ത്തു പോവാം. ഇതിൽ തന്നെ വന്ന് പാർക്കിംഗ് ഏരിയ തന്നെ വന്ന് ബസ്സിൽ ഇറങ്ങിയത്. ഇതാണ് ഇവിടുന്ന് പോകുന്ന ബസ് എന്ന് പറയുന്നത്. സത്യം വേണം ഈ ഗുൽമർഗ്, ഇപ്പം നമുക്ക് ഗുൽമർഗിലൊരു എക്സ്പീരിയൻസേ ഉള്ളൂ. ഗുൽമർഗിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ടൂണാമാർഗ് വരുമ്പോഴത്തേക്ക് ഇവിടുന്ന് അടുത്ത ടാക്സിയാണ് എടുക്കേണ്ടുന്നത്. പകരം ഇതേപോലെ ബസ് എടുക്കുന്നതാണ് ഏറ്റവും കറക്റ്റ്. ബസ് എടുത്തു കഴിഞ്ഞാൽ 100 രൂപ ആവത്തുള്ളൂ. പക്ഷേ ഇവിടുത്തെ ടാക്സി സിസ്റ്റം ഭയങ്കര ഇതാണ്. കാരണം ഒരുത്തനും പറഞ്ഞു തരത്തില്ല ഇതുപോലെ ബസ് ഉണ്ടെന്നുള്ളത്. നമ്മൾ തന്നെ ഇന്നലെ സംസാരിച്ച ഒരു ഗൈഡ് വഴിയും, ഒരു പഴയ ഒരു ഗൈഡ് വഴിയും, പിന്നെ അതുപോലെ ഇവിടെ 1-2 പേര് പറയുന്ന കേട്ടിട്ടാണ് നമ്മൾ ഈ ബസ്സിൻ്റെ കാര്യം പറഞ്ഞത്. നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, തിരിച്ചു വരാൻ വേണ്ടി ബസ് എവിടെ സ്റ്റോപ്പ് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ അവിടെ ഉള്ളവർ പറഞ്ഞാൽ ഇല്ല, ടാക്സിയെ പോകത്തുള്ളൂ, ടാക്സി കയറിക്കോ, അങ്ങനെ ഇങ്ങനെ പറയുന്നത്. നമ്മൾ അങ്ങോട്ട് ബസ്സിലല്ലോ, നമുക്കറിയാം ഇവിടെ തിരിച്ചും ബസ് കാണുമെന്ന്.
അപ്പോൾ അത്രയ്ക്കുള്ള ആ ഒരു രീതിയൊക്കെ നടക്കുന്നത്. ഇവിടെ വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബസ് എടുത്തിട്ട് പോകണമെന്ന് ഏറ്റവും കറക്റ്റ്. കാരണം ഇവിടം വരെ വരാൻ തന്നെ ഒരു 3000-4000 രൂപയല്ലേ നിങ്ങൾക്ക് ഒരു ടാക്സിക്ക് ആവുന്നത് ഈ ടൂനാമാർക്ക് വരെ വീണ്ടും ഇവിടുന്ന് അതേ റേറ്റിലോ അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി റേറ്റിൽ വീണ്ടും അങ്ങോട്ട് എടുക്കുന്നതിനേക്കാൾ നല്ലതെന്ന് പറയുന്നത് ഇതുപോലെ ബസ് സർവീസ് ഉണ്ട് ഇവിടെ. പക്ഷേ അതാരും പറയത്തില്ല, ബസ് സർവീസ് ഇവിടെ ഉണ്ട്. ഇതെടുത്ത് പോകണതാണ് ഏറ്റവും ലാഭം. 100 രൂപ ആവത്തുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒരാൾക്ക് 200 രൂപ ആവത്തുള്ളൂ. അതാണ്. അപ്പോൾ ഇനി ആദ്യം നമുക്ക് ഈ കോട്ടും ഈ സാധനം ഈ ബൂട്ടും ഒക്കെ കൊണ്ട് തിരിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇവിടം വരെ വന്ന ടാക്സി വിളിക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് അതിൽ കയറി തിരിച്ചു പോകാം. ഗൈസ് നമ്മളങ്ങനെ തിരിച്ച് വന്ന് കാറിൽ കയറി. പുറത്ത് നല്ല തണുപ്പായിരുന്നു. സത്യം പറഞ്ഞാൽ മേളിൽ മഞ്ഞുള്ള സമയത്ത് ഇന്നേനേക്കാൾ തണുപ്പായിരുന്നു. ഇല്ല താഴെ വന്നപ്പം മഞ്ഞുള്ള കാലത്ത് ഇത്രയും തണുപ്പുണ്ടായിട്ട് ഫീൽ ചെയ്തില്ല. താഴെ ഇറങ്ങിയപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പം നേരെ വണ്ടി കയറി നമ്മൾ ബൂട്ടും സാധനങ്ങളെല്ലാം കൊടുത്ത്, ഇതൊക്കെ എൻ്റെ ജാക്കറ്റ് കേട്ടോ, ബാക്കിയെല്ലാം കൊടുത്ത് വണ്ടി കയറി. വസീം ബ്രോ ഇവിടെ ഉണ്ട്, പുള്ളിക്കാരൻ ഇതിനകത്ത് കിടന്ന് ഉറങ്ങിയായിരുന്നു. എന്നിട്ട് നമ്മളെ പിക്ക് ചെയ്ത് നമ്മൾ തിരിച്ചിനി ശ്രീനഗറിലോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നല്ല ക്ഷീണമല്ല, ഒരു തളർച്ചയൊക്കെ പോലെ അല്ലേ, ഒന്ന് കിടന്നാൽ മതി എന്നുള്ളൊരു ഫീലൊക്കെ ഉണ്ട്. അവിടുത്തെ ഫോട്ടോസൊക്കെ അടിപൊളിയല്ലോ, വീട്ടിലെ ഫോട്ടോസും വീഡിയോസൊക്കെയാണ്. അപ്പോൾ എൻജോയ് ഗൈസ്. അങ്ങനെ തിരിച്ച് റൂമിലെത്തി. സമയം 6 മണിയായി. നല്ല ക്ഷീണിച്ച്. അപ്പം തിരിച്ച് റൂമിലെത്തി. നല്ല തണുപ്പൊക്കെ കൊണ്ട് ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ട് തണുത്തിട്ട്. റൂമിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇൻവേർട്ടർ മാത്രമേ വർക്കിംഗ് ആയിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം പവർ സ്വിച്ച് ഒന്നും വർക്ക് ആവാത്തതുകൊണ്ട്, പവർ പ്ലഗ് ഒന്നും വർക്ക് ആവാത്തതുകൊണ്ട് ഹീറ്റർ വർക്കിംഗ് അല്ല. അപ്പോൾ പുറത്തുകൊണ്ട് കിടക്കുന്നു. തുമ്മലൊക്കെ ഉണ്ട്, ചെറുതായിട്ട് തുമ്മി കിടക്കുക, കാര്യമൊന്നുമില്ല. അപ്പം നമ്മൾ തിരിച്ച് റൂമിലെത്തി. നാളെ വീണ്ടും കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല നാളത്തെ കാര്യങ്ങളൊന്നും. അപ്പോൾ ഇന്ന് വന്ന് നമ്മൾ റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. കാരണം ഒരുപാട് മഞ്ഞൊക്കെ കൊണ്ട് മഞ്ഞൊക്കെ വാരി തിന്നിട്ടൊക്കെയാണ് വന്ന് കിടക്കുന്നത്. അപ്പോൾ അത് കാരണം കുറേ റെസ്റ്റ് എടുക്കണം. എന്നിട്ട് നാളെ ഫ്രഷ് ആയിട്ട് ഇറങ്ങാം. കാരണം ഇനിയും 2 ദിവസമൊക്കെ ഇവിടെ ഉണ്ട് നമ്മൾ. അപ്പം എല്ലാ കാര്യങ്ങളും പയ്യെ നടക്കട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ഇട്ട് കാണുന്നവരേക്കും ബൈ.